നമ്മളപ്പോൾ ഹൈദരാബാദിൽ നിന്ന് പെട്ടിങ്കടക്കൊക്കെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരാഴ്ചത്തെ അടിപൊളി ഹൈദരാബാദ് ലൈഫിനോട് വിട പറയുകയാണ്. എന്താണെന്നറിയില്ല, ഹൈദരാബാദിനോട് ഒരാഴ്ച കൊണ്ട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ മാത്രം പരിചയമുള്ള ഓഫീസ് ഫ്രണ്ട്സിനെ ആദ്യമായി കണ്ടതും പിന്നെ ഇവിടെ നാട്ടിലുള്ള ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ഔട്ടിങ്ങും എല്ലാം കൂടെ വീട്ടിൽ നിന്ന് മാറി നിന്നൊരു ഫീലേ ഇല്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹൈദരാബാദ് എപ്പോഴും പൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് കുറച്ച് ലോങ് ആണ് കേട്ടോ. ഇന്ന് 472 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് രാജമണ്ഡ്രിയിൽ എത്താനാണ് പ്ലാൻ. ഏകദേശം 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമ്മളുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്തത് ഒരു ദിവസം 300 കിലോമീറ്ററിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യാത്ത രീതിയിലാണ്. പക്ഷേ അടിപൊളി ഹൈവേ ആയതുകൊണ്ടും വിശാഖപട്ടണത്ത് പെട്ടെന്ന് എത്തേണ്ടത് കൊണ്ടും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാണ് കേട്ടോ. ഇന്നത്തെ ഡ്രൈവ് മുഴുവനും പൂനെയിൽ തുടങ്ങി മച്ചിലിപട്ടണത്ത് അവസാനിക്കുന്ന NH 65 അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ആദ്യത്തെ പണി വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ടയറിൽ ഏറെ ഏകദേശം മൊത്തം തീരാനായിട്ടുണ്ട്. നമ്മൾ വരുമ്പം തന്നെ ടയർ ഇൻഫ്ലേറ്റർ കയ്യിൽ കരുതിയുകൊണ്ട് വഴിയിൽ കുടുങ്ങിയില്ല. കാറ്റടിച്ച് അടുത്തുള്ള പഞ്ചർ ഷോപ്പിൽ പോയി പഞ്ചറൊന്നുമില്ലാന്ന് കൺഫേം ആക്കിയതിനു ശേഷം യാത്ര തുടർന്നു. ഹൈവേൻ്റെ സൈഡിൽ ഒരു മക്കഫേ കണ്ടപ്പോൾ പിന്നെ ലഞ്ച് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ആക്കി. അവിടെ നിന്നൊരു ചിക്കൻ ബർഗർ കോംബോയും പിന്നെ ഭംഗിക്കൊരു ഐസ്ക്രീമും കഴിച്ച് ലഞ്ച് ഉഷാറാക്കിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ വിജയവാഡ, അമരാവതി ഒക്കെ. ആന്ധ്രാപ്രദേശിൻ്റെ ഇപ്പോഴത്തെ ക്യാപിറ്റലാണ് അമരാവതി. നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഗോദാവരി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോദാവരി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ പാലത്തിന് 4.1 കിലോമീറ്റർ നീളമുണ്ട്. രാജമണ്ഡ്രി സിറ്റി ഈ ഗോദാവരിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. 1250 രൂപയാണ് ഈ റൂമിന് വരുന്നത് കേട്ടോ. സോ സീ യു അഗൈൻ വിത്ത് അനദർ എക്സൈറ്റിംഗ് വീഡിയോ.